ഹിസ്റ്ററി എന്ന വിഭാഗത്തിൽ കേരള, ഇന്ത്യ, വേൾഡ് എനിക്കാണുള്ളത്. അതിൽ കേരളത്തിൽ തന്നെ യൂറോപ്യന്മാരുടെ വരവ് തൊട്ട് കുറേ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും പഠിച്ചിട്ട് ശരിയാവുന്നില്ല, മാറിപ്പോകുന്നു. അത് വായിച്ചിട്ടൊന്നും കാര്യമില്ല, വായിച്ചിട്ടൊന്നും മനസ്സിൽ നിൽക്കില്ല. കാരണം കൺഫ്യൂഷൻ വരികയാണ്. കുറച്ച് നേരത്തേക്ക് ഓർമ്മയുണ്ടാവും, പിന്നെ നമുക്ക് എന്തുണ്ടാവും, ആകെപ്പാടെ അവരോട് മാറിപ്പോകും. ഫോർ ഉദാഹരണത്തിന് ഈ ഫിഗർ കണ്ടില്ലേ, ഈ പിക്ചർ കണ്ടോ? കുഞ്ഞാലി മരക്കാരെ പറ്റി കുറേ നോട്ട് ചെയ്ത് വെച്ചു, പക്ഷേ അവസാനം ആകെപ്പാടെ കൺഫ്യൂഷനായി. അവസാനം ഞാൻ ഈ ഒരു ഡയഗ്രാം ഉണ്ടാക്കി. അപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഇത്തിരി വെളിവ് വന്നത്, അല്ലെങ്കിൽ കുറച്ച് ഓർമ്മയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ റീകളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയും? കുഞ്ഞാലി മരക്കാരെ പറ്റിയിട്ടാണെന്ന് മനസ്സിലാക്കാം. കാരണം മരക്കാർ കണ്ടില്ലേ, മരത്തിൻ്റെ കാറ് 4 അപ്പം 4 മരക്കാറുകളുണ്ട്. കുഞ്ഞാലി മരക്കാർ 4 പേരുണ്ട്. 2 കുട്ടികളാണ്. 2 കുട്ടി. ഇത് ഏത് കുട്ടിയാണ്? ഉറുമ്പ് എന്ന് പറയുമ്പോൾ ആൻഡ് എന്ന് ഉദ്ദേശിച്ചിട്ട് അഹമ്മദ് കുട്ടി എന്നാണ് ഉദ്ദേശിച്ചത്. അത് എനിക്ക് ലോജിക്ക് അങ്ങനെ വന്നുള്ളൂ. ശരിക്കും അഹമ്മദ് എന്ന് പറയുമ്പോൾ വെച്ചിട്ട് വാക്കുള്ളൊരു ഇമേജ് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ എ ഫോർ ആൻഡ് ശരിക്കും ആന കുഴപ്പമില്ല, പോട്ടെ, അതിപ്പോൾ സെറ്റായി മനസ്സിലായി. ഇനി അത് അവിടെ കിടക്കട്ടെ എന്തെങ്കിലും. രണ്ടാമത് ഈ ചീട്ട് കളിക്കുന്നത് അത് പോക്കറാണ്. പോക്കർ എന്നാണ് അതിൻ്റെ പറയുക ഇംഗ്ലീഷിൽ, പോക്കർ. അപ്പോൾ പോക്കർ അലി. ഇത് എന്തലിയാണ്? അഹമ്മദ് അലി. കുട്ടി അഹമ്മദ് അലി. ഇത് കുട്ടി പോക്കർ അലി. ഇതാരാണ്? ഇത് മരക്കാർ 3-ാമൻ. ഇതെന്താണത്? സിൽക്ക്, ചൈനീസ് സിൽക്ക് എന്ന് പറയുമ്പോൾ പട്ട് മരക്കാർ, പടുമരക്കാർ. ഇതെന്താണ്? കോട്ട. ഒരു കോട്ട പണിതുണ്ട് ആൾ, ചാലിയം കോട്ട പണിതത് മരക്കാർ 3-ാമനാണ്. 4-ാമത്തെ അവസാനത്തെ മരക്കാറിൻ്റെ എന്താണ് മരം വരച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് മുഹമ്മദ് അലി മരക്കാർ, അല്ലെങ്കിൽ മുഹമ്മദ് മരക്കാർ എന്നൊന്നാണ് പേര്. മുഹമ്മദ് അലി മരക്കാർ എന്നാണെന്ന്. അപ്പോൾ മുഹമ്മദ് എന്നുള്ളതിന് MU വെച്ചിട്ട് ഒരു വാക്കും തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഉള്ള വാക്കായതുകൊണ്ട് മരം. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള വാക്കുകൾ കുറച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഓരോ വാക്കുകൾക്കും പറ്റിയ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച അമ്മ, ആന, ഇല, ഈച്ച. അപ്പോൾ വെച്ചുള്ള ഈച്ചനെ കൊടുക്കും. ആണെങ്കിൽ ഉരൽ കൊടുക്കണം. ഊഞ്ഞാൽ, അങ്ങനെ ഋഷി, എലി, ഏണി, ഐക്യം. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഒരു വാക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഒട്ടകം ഞാൻ കൊടുക്കും കേട്ടോ. വെച്ച് തുടങ്ങുന്ന എല്ലാ പേരുകൾക്കും ഞാൻ ഊന്തിനെ കൊടുക്കും. ഔഷധം കൊടുക്കും, അംബുജം കൊടുക്കും. പിന്നെ കപ്പൽ, മുഖം, വെച്ചാണ് മുഖം, ജഗ്, ഘടികാരം, തേങ്ങ, ചൂളം, ഫോർ ചൂളം, ഛത്രം, കുട, ജനൽ, ജഷം, ഞണ്ട്, കോടാലി, പീഠം, ഗരുഡൻ, ഡമാരം, ഇത് ഡമാരായിരുന്നു. മണി, ഫോർ മണി, ഫോർ മരം ഞാൻ കൊടുത്തിട്ടുള്ള മണി, ഫോർ തത്ത. പിന്നെ ഫോർ രഥമല്ല, രഥത്തിന് ഫോർ രഥം കൊടുക്കാം, അല്ലെങ്കിൽ ഫോർ രഥം കൊടുക്കാം. വെച്ച് സ്റ്റാർട്ട് ചെയ്യണ വേർഡ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇല്ല. ദീപം, ധനുസ്, നരി, പശു, പഫ, ഫലം, ബലൂൺ, ഭരണി, മരം, യന്ത്രം, രാജ്ഞി, മാല. നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ? വെച്ച് എന്തായിരിക്കും? വെച്ച് വീട്, വെച്ച് ശംഖ്, ഷാഫർ മഷി, വെച്ച് ഷർട്ട് മതിയായിരുന്നു. സിംഹം, സിംഹം കുഴപ്പമില്ല. ഫോർ ഹനുമാനോ, ഹാരമണി കൊടുക്കായിരുന്നു. താക്ക് തവളയില്ലേ. ഫോർ വെച്ച് കൊടുക്കുന്ന വാക്കില്ല, തവള. പഴം, ഫോർ പഴം, ഫോർ രം. റയിൽ, ഓക്കെ. അപ്പോൾ ഇത്രയാണ്. ഇനി കുറച്ചുകൂടി ഉണ്ടെന്നുണ്ട്. പക്ഷി, തൂൺ, കൂൺ, അതൊക്കെ വിടും. മാൻ, പയർ, മുയൽ, വാൾ. അപ്പോൾ ഈ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നതിൽ ആരും തെറ്റിദ്ധരിക്കരുത്, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 4 മരക്കാറുകളുണ്ട്. 2 കുട്ടികളാണ്. 2 കുട്ടി അഹമ്മദ് അലി മരക്കാർ, കുട്ടി പോക്കർ. പിന്നെ ഒരു സിൽക്കിൻ്റെ പടുമരക്കാർ ചാലിയങ്കോട്ടെ ഉണ്ടാക്കി നിർമ്മിച്ചത് അദ്ദേഹമാണ്. ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കാനുണ്ട്.
പിന്നെ ഇവിടെ നാലാമത്തെ ആളെയാണ് പോർച്ചുഗീസുകാർ തൂക്കിലേറ്റി കഴുത്തും കൈയും കാലൊക്കെ വെട്ടി ഉപ്പിലിട്ട് ഭരണിയിലാക്കി പ്രദർശിപ്പിച്ചു. അങ്ങനെ സ്മാരകം നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് പണിതിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇവരുടെ ഫോട്ടോ ഇതാണ്. നമ്മുടെ മനസ്സിലേക്ക് കുഞ്ഞാലി മരിക്കാണെന്ന് വരുമ്പോൾ മോഹൻലാലിൻ്റെ പടമായിരിക്കും ചിലപ്പോൾ വരിക. ശരിക്കും ഇങ്ങനത്തെ ഒരു രൂപമാണ് ആളുടെ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.